ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു മുട്ട ബജി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഇത് 2 മുട്ടയാണ് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ആ 2 മുട്ട കൊണ്ട് നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ 2 മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ മുട്ടയും കൊണ്ട് ബജി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് കടലമാവാണ്. കടലമാവ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ, 2 മുട്ടയല്ലേ ഉള്ളൂ, അപ്പം 3 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് എടുക്കുന്നത് ഒരു 2 സ്പൂൺ മൈദപ്പൊടിയാണ് കേട്ടോ. മൈദയുടെ പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 സ്പൂണോളം അരിപ്പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. 1 സ്പൂണോളം അരിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതൊരു സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് പൊടി അല്പം കളറിന് വേണ്ടിയിട്ട് ഞാൻ അല്പം മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഒത്തിരി എരിവൊന്നുമില്ല. കാരണം ഞാനിത് പിരിയമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, കാശ്മീരി മുളക്. അത് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് അല്പം കുറച്ച് മാത്രം ഇച്ചിരി കുരുമുളകിൻ്റെ പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. നമുക്ക് മുട്ടയായതുകൊണ്ട് കുരുമുളക് നമുക്ക് നല്ലതാണല്ലോ. മുട്ടയ്ക്ക് കുരുമുളക് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡർ ഞാനിതിലേക്ക് എടുക്കുകയാണ്. ബേക്കിംഗ് പൗഡർ ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ മതി. ഇപ്പോൾ അല്ലെങ്കിൽ 2 നുള്ള് ഇതേപോലെ 1 നുള്ള് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഒരു മയമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് പൗഡർ നമ്മൾ അതിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3-4 മണിക്കൂർ 2 മണിക്കൂറോളം ഈ പൊടിയൊന്ന് കലക്കി വെച്ചാലും മതി. അപ്പോൾ തന്നെ ഉപയോഗിക്കാനായതുകൊണ്ടാണ് ഞാൻ അല്പം ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് ഇതൊന്ന് ഇളക്കി വയ്ക്കട്ടെ. പോലെ നമുക്ക് ഇളക്കി വയ്ക്കാം. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ കോരി ഒഴിക്കുന്ന അതേ പരുവത്തിൽ നമുക്ക് ഇളക്കി വയ്ക്കാം. ഇത് കുഴച്ച് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കുഴച്ച് നമ്മൾ വയ്ക്കുക. ഉപ്പൊക്കെ ഇപ്പോൾ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം ഇതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു മുളകും കൂടെ വേണമെങ്കിൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് ചേർക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മുളക് ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് മുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒരു എരിവ് കുറവുള്ള മുളക് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇത് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിയാപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കരിയാപ്പില വേണ്ടവർക്ക് കരിയാപ്പിലയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കരിവേപ്പില ചേർക്കുമ്പോൾ തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഇച്ചിരി ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചേർക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം, 2 മുട്ടയാണല്ലോ, അപ്പം മല്ലിപ്പൊടി ഞാൻ ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. നമ്മൾ മസാല തയ്യാറാക്കാനായിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഗരം മസാല ഞാൻ അല്പം ചേർക്കുന്നുണ്ട്. നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഇത് പിരിയമുളകിൻ്റെ മുളകായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ അതിന് എരിവ് കുറവാണല്ലോ, അതുകൊണ്ട് അത് കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്. ഇതൊക്കെ കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക കേട്ടോ. ഞാൻ എല്ലാം കുറേശ്ശെയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ.
മുട്ട ഞാൻ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് മഞ്ഞക്കരു എടുത്തൊന്ന് മാറ്റുവാണ് കേട്ടോ. അത് നമുക്ക് പൊടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞക്കരു എടുത്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതനുസരിച്ച് നിങ്ങൾ മസാല ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലെ മഞ്ഞക്കുരു എല്ലാം ഒന്ന് എടുത്ത് മാറ്റുവാണ്. ഇതെല്ലാം ഒന്ന് മാറ്റി ഇത് നമുക്ക് ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം കേട്ടോ. മഞ്ഞയെല്ലാം എടുത്ത് മാറ്റി, മഞ്ഞയെല്ലാം മാറ്റിയതിന് ശേഷം ഞാനത് ഇത് പൊടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുവാണ് കേട്ടോ. ഇത് മസാലയിലേക്ക് ഞാനിത് പൊടിച്ച് ചേർത്തു. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് പൊടിച്ച് ചേർക്കുക. നന്നായിട്ട് പൊളിച്ച് ഇതിൻ്റെ ഈ മസാലയുടെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അതുകൊണ്ടാണ് സവോളയൊക്കെ കുറച്ച് ഞാൻ വെച്ചത്. നിങ്ങൾക്ക് ഇത് മഞ്ഞക്കരു അതിൻ്റെ അകത്തുനിന്ന് എടുക്കണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇതിങ്ങനെ മഞ്ഞക്കരു ഞാൻ ഇതിലേക്ക് എടുത്ത് ഈ മസാലയുടെ കൂടെ യോജിപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിൽ നിന്ന് ഇങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്തതിന് ശേഷം ഈ മഞ്ഞക്കുരു എടുത്ത് ഈ ഭാഗത്തേക്ക് നമുക്കിതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ സവോള ഇതെല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ചിരുന്നുള്ളൂ. ഈ കുഴി തന്നെ നമുക്ക് മഞ്ഞക്കുരു എടുത്ത് ഈ ഭാഗത്ത് തന്നെ നമുക്കിതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് തന്നെ ഇതിങ്ങനെ ഇരുന്നുള്ളൂ. ഇതെല്ലാം അതിൻ്റെ എല്ലാം ഈ തുല്യമായിട്ട് നമുക്കിതിലെല്ലാം ഒരേപോലെ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ നമുക്ക് മഞ്ഞക്കരു എടുത്ത് മാറ്റിയതിന് ശേഷം ഞാനിതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ കുഴി തന്നെ ഈ മസാലകൾ നന്നായിട്ട് പിടിച്ചിരുന്നുള്ളൂ കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് മാവിൽ മുക്കി നമുക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് മാവ് ഇങ്ങനെ വെച്ചതിന് ശേഷം മാവ് പുറത്തൂടെ ഞാൻ കോരി ഒഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ പൊതിഞ്ഞ് ഞാനിങ്ങനെ എടുക്കുകയാണ്. ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. ഇങ്ങനെ എടുത്ത് മാവ് മൊത്തമായിട്ട് നമുക്കൊന്ന് മുക്കി വറക്കാം. ഇങ്ങനെ എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അന്നേരം നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ. തീ സിമ്മിലാക്കി നമുക്ക് വയ്ക്കാം. സിമ്മിൽ ഇച്ചിരിയും കൂടി ആയിട്ട്, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും തീ വയ്ക്കരുത് കേട്ടോ. നമുക്കിതായത് ഒരു വശം നമ്മളിങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിടാം. ഇങ്ങനെയൊന്ന് മറിച്ചിടുക. മറിച്ചിട്ട് നന്നായിട്ട് ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് മൂക്കണം കേട്ടോ. നല്ല മുരിഞ്ഞു വരണം. അതിന് വേണ്ടിയിട്ട് ഒരുവിധം നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ. അതായിട്ടുണ്ട്. അത് ഞാൻ എടുക്കുവാണ് കേട്ടോ. മുട്ട ബജി ഉണ്ടാക്കി കഴിഞ്ഞു. 4 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് മുട്ട ബജിയൊക്കെ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നിങ്ങൾ കടയിൽ പോയൊന്നും മുട്ട ബജി ഒന്നും വാങ്ങേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതെ ഒന്ന് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.